കുരുക്ഷേത്ര യുദ്ധസമയത്ത് യുദ്ധ നിയമങ്ങളുടെ ലംഘനത്തിൻ്റെ അവസാനത്തെ പ്രധാന അനന്തരഫലം മഹാഭാരതത്തിൻ്റെ 16-ാമത്തെ പുസ്തകത്തിൽ കാണാം. അതിജീവിച്ചവരിൽ കൃഷ്ണൻ്റെ വംശത്തിലുള്ള ചിലരുമുണ്ട്. ഭൂരിശ്രവസിനെ വധിച്ച സത്യകി, രാത്രി കൂട്ടക്കൊലയിൽ അശ്വത്ഥാമാവിനെ സഹായിച്ച കൃതവർമ്മൻ, യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഉറങ്ങുന്ന ശത്രുക്കളെ കൊന്ന് സൈനിക നിയമങ്ങൾ ലംഘിച്ചുവെന്ന് അവരുടെ സമപ്രായക്കാർക്കിടയിൽ സത്യകി കൃതവർമ്മനെ കുറ്റപ്പെടുത്തി. ഭൂരിശ്രവസിനെ അന്യായമായി വധിച്ചതിനെക്കുറിച്ച് പ്രതിപാദിച്ച് സത്യകിയെയും കൃതവർമ്മൻ പ്രതിരോധിച്ചു. അവരുടെ ഈ തർക്കം പെട്ടെന്ന് കൊടുമ്പിരി കൊള്ളുകയും അക്രമാസക്തമായ സാഹോദര്യ ഏറ്റുമുട്ടലിൽ വംശത്തിലെ അംഗങ്ങൾ പരസ്പരം ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. മഹാഭാരതത്തിലെ സൈനിക നിയമങ്ങളുടെ ലംഘനങ്ങൾ പ്രത്യേക വീരന്മാർക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും വംശങ്ങൾക്കും ലോകം മുഴുവനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായി കാണിക്കുന്നു. ഒരു ചെറിയ ലംഘനം പൂർണ്ണനാശത്തിലേക്ക് നയിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. കാരണം യോദ്ധാക്കൾ ക്രമേണ കൂടുതൽ അന്യായമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് യുദ്ധം ജയിക്കാൻ മാത്രമല്ല പ്രതികാരം ചെയ്യുവാനും അത് ന്യായീകരിക്കപ്പെടുന്നു. ധർമ്മയുദ്ധത്തിൽ നീതിപൂർവം പോരാടുന്നത് പരാജയവും മരണവും മാത്രമേ നൽകുകയുള്ളൂ എന്ന സന്ദേശമാണ് രചയിതാക്കൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. മറുവശത്ത് കുറ്റയുദ്ധവും അന്യായമായി പോരാടുന്നതും വിജയത്തിൽ കലാശിക്കുന്നു. പക്ഷേ വിജയം അനിവാര്യമായാലും അതിലും കൂടുതൽ മരണവും നാശവും ഒപ്പമുണ്ട്.